ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുൽഫത്താണ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് വീക്കെൻഡും കൂടെ ആകുമ്പോൾ പുറത്ത് എങ്ങോട്ടെങ്കിലും പോകണം എന്ന് തോന്നുമല്ലേ. പ്രത്യേകിച്ച് ഫ്ലാറ്റിലുള്ള ജീവിതമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നാട്ടിലത്തെ മാതിരി പുറത്തോട്ട് ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഇല്ലല്ലോ. അപ്പോൾ വീക്കെൻഡൊക്കെ കിട്ടുമ്പോൾ മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നൈറ്റ് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. പ്രത്യേകിച്ച് നൈറ്റ് ഒരു ലോങ് ഡ്രൈവൊക്കെ പോകണത് നല്ല രസമല്ലേ. നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കൊക്കെ കേട്ട് അത് പോകാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് ദുബായ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ടൈമും ഒരേപോലെയാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എല്ലാ ടൈമും ഒരേപോലെ ക്രൗഡഡ് ആണ്. എപ്പോഴും ബിസി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലുള്ളൊരു സ്ഥലവും കൂടിയാണ് ദുബായ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് ബോറടിച്ചിട്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയത് വീക്കെൻഡാണ്. അപ്പോൾ ജുമേറയിലാണ് ഇപ്പോൾ ഉള്ളത്. ജുമേറ ബീച്ചിൻ്റെ അടുത്താണ്. അവിടെ കുറച്ച് നടക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്, പിന്നെ തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഈ പുള്ളിക്കാരനെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഇത് ടെക് ഹെൽപ്പ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്. ഇതെൻ്റെ ബ്രദറാണ്. അവൻ വിസിറ്റിന് വന്നതാണ് നാട്ടിൽ നിന്ന്. പിന്നെ മറ്റത് കസിനും മിക്കായും ഞാനും പിള്ളേരുമായിട്ടാണ് നമ്മൾ വെറുതെ ജുമേറ ബീച്ചിലോട്ട് നടക്കാമെന്നുള്ള രീതിയിൽ വന്നതാണ്. ഇത് കൈറ്റ് ബീച്ചിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു പ്രൈവറ്റ് പ്ലേസ് പോലെയാണ്. അധികം ക്രൗഡഡ് ഒന്നും കാണാറില്ല. സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ പോയിരുന്നിട്ട് കുറേ നേരം റിലാക്സ് ചെയ്യാം. അടുത്ത് കടലും പിന്നെ കുറച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും പിന്നെ സൈക്കിൾ ട്രാക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്തായിട്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കണ്ട ഒരു കാഴ്ചയാണ്, നമ്മൾ ആ തെങ്ങൊക്കെ ഇവിടെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നിലും കായ്ഫലമൊന്നും ഇല്ല, വെറുതെ ഒരു ഭംഗിക്ക് നിർത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കുറച്ച് ദൂരം നടന്നു വരുമ്പോൾ ഉള്ള ഭാഗം എന്ന് പറയുന്നത് കൈറ്റ് ബീച്ചാണ്. അവിടെ നൈറ്റ് നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അലോഡാണ്. പിന്നെ ഒരുപാട് പേര് അവിടെ നിന്ന് കുളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് ബികിനിയിട്ട ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടുണ്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. പിന്നെ ഈ തണുത്ത ടൈമിൽ കുളിക്കൽ കുറച്ച് പാടുള്ള കാര്യമാണല്ലോ. പിന്നെ സൈക്കിളൊക്കെ നമുക്ക് അവിടെ നിന്ന് റെൻറ്റിന് എടുത്തിട്ട് സൈക്കിളൊക്കെ ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കേറ്റിംഗ് സ്കൂട്ടറൊക്കെ നമുക്ക് അവിടെ നിന്ന് റെൻറ്റിന് എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് പെർ അവറിന് അനുസരിച്ചാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. വെജിറ്റേറിയനാണ് ചൂസ് ചെയ്തത്. ഇക്കായും ബ്രദറും കസിനും അവർ മിനി ഇഡ്ഡലിയാണ് കഴിച്ചത്, സാമ്പാർ ഡിപ്പ് ചെയ്തത്. ഞാനും ആ ഫ്രൈയും ഗീ റോസ്റ്റാണ് കഴിച്ചത്. ആയിഷ ആണെങ്കിൽ മിനി ടിഫനും. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീക്കെൻഡ് ഇങ്ങനെയാണ്. നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.